നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്ന വിഷയം എബ്രായലേഖനം 4-ാം അധ്യായം. ഹീബ്രൂസ് ചാപ്റ്റർ 4, എബ്രായലേഖനം 4-ാം അധ്യായം. നമ്മൾ പഠിക്കുവാനായിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് അതിൽ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. വേഴ്സ് 1 to 11. ആ ഭാഗത്തു നിന്നുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലേക്ക് പിന്നോട്ട് പോകുവാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇന്നത്തെ ക്ലാസ് നീക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിത്തുന്നത് കർത്താവ് യേശു യോശുവേക്കാൾ വലിയവൻ. അതാണ് 4-ാം അധ്യായം വെളിപ്പെടുത്തുന്ന ആ പ്രധാനപ്പെട്ട ഭാഗം. യേശു യോശുവേക്കാൾ വലിയവൻ. എന്തുകൊണ്ട് യേശു യോശുവേക്കാൾ വലിയവനായി? അതിന് കാരണം പറഞ്ഞത്, യോശുവയെക്കുറിച്ച് ദൈവം ആഗ്രഹിച്ചത്, ദൈവം ഇസ്രായേൽ മക്കൾക്ക് ഒരു സ്വസ്ഥത വരുത്തുവാൻ തക്കവണ്ണം ദൈവം യോശുവയെ തിരഞ്ഞെടുത്തുവെങ്കിൽ യോശുവയ്ക്ക് അത് സാധ്യമായില്ല. എന്നാൽ ആ സാധ്യമാകാത്തത് കർത്താവായ യേശു ക്രിസ്തുവിനെ കൊണ്ട് സാധ്യമാകുന്നു. ശ്രദ്ധിക്കുക, ഇനിയും ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് യേശു യോശുവേക്കാൾ വലിയവൻ. ആരാണ് യോശുവ? നിങ്ങൾക്കറിയാം, മോശയുടെ ശുശ്രൂഷനായിരുന്ന യോശുവ. ആ യോശുവേക്കാൾ യേശു വലിയവൻ. നമുക്കെല്ലാവർക്കും അറിയാം യേശു യോശുവേക്കാൾ വലിയവനാണ്. എങ്കിലും ഇവിടെ എബ്രായ വിശ്വാസികളോട് അപ്പോസ്തലനായ പൗലോസ് വെളിപ്പെടുത്തുന്നതായിരിക്കും ചില ഭാഗങ്ങളാണ് നമ്മുടെ ചിന്തയിൽ ഉള്ളത്. എന്തുകൊണ്ട് യോശുവേക്കാൾ വലിയവനായി? യോശുവയെക്കുറിച്ച് ദൈവം ആഗ്രഹിച്ചത് ഇസ്രായേൽ മക്കളെ സ്വസ്ഥതയിലേക്ക് നടത്തുക എന്നുള്ളതായി. എന്നാൽ യോശുവയ്ക്ക് അത് സാധ്യമായില്ല. പിന്നെയോ കർത്താവായ യേശുവിന് അത് സാധ്യമാകുന്നു. അതുകൊണ്ട് യേശു യോശുവേക്കാൾ വലിയവൻ. പ്രധാനമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നത് 5 സ്വസ്ഥതകളെ വേദപുസ്തകം പഠിപ്പിക്കുന്നു. 5 സാബത്ത്, 5 സ്വസ്ഥതകൾ. അതാണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. 5 ശാബത്തുകൾ. ശാബത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം സ്വസ്ഥത, റെസ്റ്റ്. ശാബത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം സ്വസ്ഥത. അതിൽ 1-ാമത്തെ ശബത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അതുകൊണ്ട് സ്വസ്ഥത, ശബത്ത്, ഇത് ഒരേ രീതിയിലായിരിക്കും നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. 1-ാമത്തെ ശബത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. എന്തായിരുന്നു 1-ാമത്തെ സ്വസ്ഥത? അത് ഒന്ന് പ്രാരംഭമായിട്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ മുൻപോട്ട് കടന്നു പോകട്ടെ. അതിന്റെ 10-ാമത്തെ വാക്യം, 4-ാം അധ്യായം 10-ാമത്തെ വാക്യം. ബൈബിളിലുള്ളവരെല്ലാവരും വേദപുസ്തകം എടുത്താട്ട് ഒരു പേനായും ഒരു അല്പം പേപ്പറും ഒക്കെ കയ്യിലെടുത്താട്ട് മസ്റ്റായിട്ട് നോട്ട് എഴുതിയെടുക്കണം. ആരും നോട്ട് എഴുതാതിരിക്കരുത്. യെസ്, ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ ഇവിടെ 1-ാമത്തെ സ്വസ്ഥതയെക്കുറിച്ച് പറയുന്നു, ശാബത്തിനെ കുറിച്ച് പറയുന്നു. ദൈവം ചെയ്തതായിരിക്കുന്നു ശാബത്ത്. എന്തായിരുന്നു? പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. എന്താണ് ആ ശാബത്തിന്റെ അർത്ഥം? എന്തായിരുന്നു പ്രാക്ടിക്കലായിട്ട് പ്രായോഗികമായിട്ട് ചെയ്യുന്നുള്ള ഗുണം എന്നാണ്? എന്തായിരുന്നു ദൈവത്തിന്റെ പർപ്പസ്? ഈ 3 വിഷയങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ ദൈവം ശാബത്തിലേക്ക് കടന്നു. എന്തായിരുന്നു ആ ശാബത്തിന്റെ പ്രത്യേകത? നമ്മൾ ഒന്ന് മനസ്സിലാക്കി. ദൈവം ശാബത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ദൈവം എന്ത് ചെയ്തു? ദൈവം തന്റെ സകല പ്രവർത്തനങ്ങളിൽ നിന്ന് നിവൃത്തനായി. ദൈവത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് ദൈവത്തിന് എന്ത് തോന്നി? വേദപുസ്തകം പഠിപ്പിക്കുന്നു, സകലവും നല്ലത് എന്ന് ദൈവം കണ്ടു. ഒരു പെർഫെക്റ്റ്, ഒരു പൂർണ്ണമായിരിക്കുന്ന ഹൃദയത്തോടുകൂടെ, അഥവാ ഹൃദയത്തിന്റെ സന്തോഷത്തിൽ നിന്നോ ദൈവം വേർപെടുവാനായിട്ടിടയായിത്തീർന്നു. ആ ദൈവത്തിന്റെ 6 ദിവസത്തെ പ്രവർത്തനം കൊണ്ട് എന്തെല്ലാം ദൈവം സൃഷ്ടിക്കണമായിരുന്നു അതെല്ലാം സൃഷ്ടിച്ചു. ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണമേ. 6 ദിവസം കൊണ്ട് ദൈവം എന്തെല്ലാം സൃഷ്ടിക്കണമായിരുന്നുവോ അത് മുഴുവൻ ദൈവം സൃഷ്ടിക്കുവാനായിട്ടിടയായിത്തീർന്നു. എന്നാൽ ആ സൃഷ്ടിപ്പിന് ശേഷമാണ് ദൈവം സ്വസ്ഥതയിലേക്ക് കടന്നത്. എന്ന് പറഞ്ഞാൽ സ്വസ്ഥത എന്ന് പറയുന്നത് കിടന്നുറങ്ങുന്ന സ്ഥലം അല്ലെങ്കിൽ സമയം എന്നുള്ളതല്ല. പിന്നെയോ വേർപെട്ട് മാറുന്ന ഒരു സമയം. എന്തോ ഒരു പ്രവർത്തനത്തിലായിരുന്നു, ആ പ്രവർത്തനത്തിൽ നിന്ന് വേർപെടുന്ന ഒരു സമയമാണ് സ്വസ്ഥത എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക ഈ വേർഡ്. സ്വസ്ഥത എന്ന് പറയുന്നത് ഉറങ്ങുവാനുള്ള സമയമല്ല. സ്വസ്ഥത എന്ന് പറയുന്നത് ഒരു പ്രവർത്തനത്തിൽ നിന്ന് വേർപെട്ട് മാറ്റപ്പെടുക. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? 6 ദിവസത്തെ സൃഷ്ടിപ്പിൽ ദൈവം തൃപ്തനായിരുന്നു. ആ തൃപ്തിയാണ് സ്വസ്ഥത വെളിപ്പെടുത്തുന്നത്. 2, അത് പ്രായോഗിച്ച് അത് ഓരോ പ്രാവശ്യവും ശബത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം എന്താഗ്രഹിച്ചു? ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് മനുഷ്യൻ 6 ദിവസം മനുഷ്യൻ വേല ചെയ്യണം, 7-ാം ദിവസം സ്വസ്ഥമായിരിക്കണം. അപ്പോൾ 7-ാം ദിവസം സ്വസ്ഥമായിരിക്കണം എന്നുള്ളതാണ് ഓരോ ശബത്തും ആചരിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. 2-ാമത്തെ ശബത്തിലാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 2-ാമത്തെ ശബത്താണ്
ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത നിയമമാകുന്ന ശബത്ത്. ശബത്ത് എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾക്ക് ഒരു ഉടമ്പടിയായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു വന്നത് അവിടെയാണ് തുടങ്ങിയത്. എത്ര പേര് മനസ്സിലാക്കിയെന്ന് എനിക്ക് അറിയില്ല. അതിനുശേഷം പലരും വന്ന് എന്നോട് പറഞ്ഞു ഇതൊന്നുകൂടെ ഒന്ന് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും ആ വിഷയത്തിലേക്ക് മടങ്ങി വരികയാണ്. എന്തായിരുന്നു ശബത്ത് എന്ന് പറയുന്നത്? ദൈവം ഏഴാമത്തെ ദിവസം സ്വസ്ഥമായതിനു ശേഷമായിട്ട് ദൈവം പിന്നീട് ഈ ശബത്തിനെ കുറിച്ച് യാതൊന്നും നമ്മൾ കേൾക്കുന്നില്ലേ. ഇസ്രായേൽ മക്കളെ ദൈവം വിളിച്ച് വേർതിരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്താണ് വീണ്ടും ശബത്തിനെ കുറിച്ച് ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ശ്രദ്ധിക്കുക. ഈ പറയുന്ന വേർഡ്, ദൈവം ആറാമത്തെ ദിവസം ഏഴാമത് സ്വസ്ഥമായിരുന്നു. അന്ന് ശബത്ത് ദൈവം ആചരിച്ചുവെങ്കിൽ പിന്നീട് കാലങ്ങൾക്ക് ശേഷം അഥവാ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന സമയത്താണ്, മരുഭൂമിയിലേക്ക് കടന്നു വന്ന സമയത്താണ് വീണ്ടും ശബത്ത് എന്നുള്ളത് വെളിയിൽ കടന്നു വരുന്നത്, ഒരു വെളിപ്പെടുവാനായിട്ടിടയായി തരുന്നത്. നീണ്ട 2000 കൊല്ലം കാലം ശബത്ത് എന്ന് പറയുന്നത് ഒരു മർമ്മമായിട്ട് ആയിരുന്നു. ദൈവം അന്ന് ശബത്ത് ആചരിച്ചു എന്നുള്ളത് സ്വസ്ഥമായിരുന്നുള്ള സത്യമാണെങ്കിലും പിന്നീട് ദൈവം അതൊരു നിയമമായിട്ട് ആക്കും കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല. പിന്നീട് ഒരു ഉടമ്പടിയായിട്ട് ദൈവം കൊടുക്കുന്നത് ഇസ്രായേൽ മക്കൾക്കാണ്. ഇസ്രായേൽ മക്കൾക്ക് ദൈവം ഈ ഉടമ്പടി കൊടുക്കുമ്പോൾ 3 രീതിയിലായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. ഒന്ന്, എന്താണ് ആ പ്രത്യേകമായ ശബത്തിന്റെ മീനിങ്? ഒന്ന് നോട്ട് ചെയ്താട്ട്, എന്താണ് അതിന്റെ മീനിങ്? 2, എന്താണ് ഇതിന്റെ പ്രാക്ടിക്കൽ സിഗ്നിഫിക്കൻസ്? പ്രായോഗികമായിട്ട് ഓരോ പ്രാവശ്യവും ചെയ്യേണ്ടി വന്നപ്പോൾ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? 3, ദൈവത്തിന്റെ പർപ്പസ് ഈ ശബത്തിനെ കുറിച്ചുള്ള എന്താണ്? 3 കാര്യങ്ങളായിരിക്കും നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. ശ്രദ്ധയോടുകൂടെ നിങ്ങൾ നോട്ടുകൾ എഴുതിയെടുക്കുക. 1, നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നതിന്റെ മീനിങ്, അതിന്റെ അർത്ഥം, എന്താണ് അതിന്റെ അർത്ഥം? 2, അതിന്റെ പ്രാക്ടിക്കൽ സിഗ്നിഫിക്കൻസ്, ഇത് ഒരിക്കൽ അവസാനിപ്പിക്കുകയല്ല, പിന്നീട് ഇത് കണ്ടിന്യൂ ചെയ്യുന്നു, എന്താണ് അതിൽ കൂടെ ദൈവം ആഗ്രഹിക്കുന്നത്? 3, അതിൻ്റെ പർപ്പസ്, ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? 1, ദ ഫസ്റ്റ് വൺ, അതിന്റെ മീനിങ്ങിൽ തന്നെ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 1, എക്സോഡസ് ചാപ്റ്റർ 20, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം, വേഴ്സ് 11 ഒന്ന് വായിച്ചാട്ട് ശബ്ദമെത്തിയ ആരും ഒരാൾ. 6 ദിവസം കൊണ്ട് യഹോവ ആകാശഭൂമി സൃഷ്ടിച്ചു. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ദൈവം ഇസ്രായേൽ മക്കളോട് ശബത്ത് ആചരിക്കുവാനായിട്ട് പറഞ്ഞു? ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്. കാരണം ഇന്ന് ഒരു കൂട്ടം ജനം എഴുന്നേറ്റിട്ടുണ്ട്, ദൈവത്തെ ആരാധിക്കുന്നത് ശബത്ത് ദിവസമാണ് അഥവാ ശനിയാഴ്ച ദിവസമാണെന്ന് പഠിപ്പിക്കുന്ന ഒരു കൂട്ടമുണ്ട്. അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് വേദപുസ്തകം എന്താണ് ശബത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്നു എന്നുള്ളത് ശ്രദ്ധയോടെ മനസ്സിലാക്കുക. ദൈവത്തിന്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നു, 6 ദിവസം കൊണ്ട് ദൈവം സകലതും ഉണ്ടാക്കി, 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അപ്പോൾ ഇസ്രായേൽ മക്കളോട് ദൈവം ഈ ശബത്ത് നാള് ഒന്ന് ഓർക്കുവാൻ തക്കവണ്ണം ആചരിക്കുവാനായിട്ട് ദൈവം കൽപ്പിച്ചപ്പോൾ അവരിൽ കൂടെ അവരത് ആചരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് അവർ മനസ്സിലാക്കേണ്ടത് ഇത് സ്വർഗത്തിലെ ദൈവമാണ് ആദ്യമായിട്ട് ഇത് പ്ലാൻ ചെയ്തത്. 6 ദിവസം ദൈവം വേല ചെയ്തു, 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് 7-ാം ദിവസം സെപ്പറേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത്, സ്വസ്ഥമായിരിക്കുക എന്നുള്ളത്. അതാണ് ഒന്നാമതായിട്ട് അവർക്കത് കാണുവാൻ സാധിക്കുന്നത്. രണ്ടാമതായിട്ട് എന്താണ് അതിൽ കൂടെ അർത്ഥമായിരിക്കുന്നത്? രണ്ടാമതായിട്ട് ആവർത്തന പുസ്തകം 5-ാം അധ്യായം 14-15 വാക്യം, ഡ്യൂട്ടോണമി ചാപ്റ്റർ 5 വേഴ്സ് 14 and 15. ഈ ശബത്ത് അവർ ആചരിക്കുമ്പോൾ അതുകൊണ്ട് അവർ അർത്ഥമാക്കുന്നത് അതിന്റെ മീനിങ്സ്. 1, ദൈവം ശബത്ത് നാളില് ദൈവം സ്വസ്ഥമായിരുന്നു അഥവാ ദൈവം വിശ്രമിക്കുവാൻ, ദൈവം സ്വസ്ഥമായിരിക്കുവാനായിട്ട് കണ്ട ദിവസമാണ് 7-ാം ദിവസം. രണ്ടാമത് എന്ത് ചൂണ്ടിക്കാണിക്കുന്നു? ആവർത്തനം 5-ാം അധ്യായം 14-15 വാക്യം, 14-15 വാക്യം. അപ്പോൾ ശബത്തിന്റെ രണ്ടാമത്തെ മീനിങ് എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തെ ഒന്ന് ദൈവം ഓർപ്പിക്കുകയാണ്. നാം കഴിഞ്ഞ നാളുകൾ നിങ്ങൾ ആരായിരുന്നു?
അടിമകളായിരുന്നു. അവരുടെ അടിമത്വത്തെക്കുറിച്ച് ദൈവം ഒന്ന് ഓർപ്പിക്കുന്നു. ശ്രദ്ധിച്ചോണേ, ദൈവസന്നിധിയിലേക്ക് എപ്പോഴെല്ലാം നാം കടന്നു ചെല്ലുന്നുവോ, നാം കടന്നു ചെല്ലേണ്ടത് നമ്മൾ ആയിരിക്കുന്ന ഒരവസ്ഥയിലല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഏതിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചുവോ ആ വിടുതലാണ് ഞാൻ നിങ്ങൾ ഓർക്കേണ്ടത്. ദൈവസന്നിധിയിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ദൈവം നമ്മെ ഇന്ന് അനുഗ്രഹിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളുമായിട്ട് കടന്നു ചെല്ലുവാൻ സാധിക്കും. ബട്ട് അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തിന് നന്ദി കരേറ്റുവാൻ സാധ്യമല്ല. എന്നാൽ ദൈവസന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ എന്നെ ദൈവം എവിടുന്നാണ് വെട്ടിയെടുത്തത് എന്ന് ഓർത്ത് കടന്നു വന്നാൽ ഉള്ളത്തിന്റെ ആഴത്തിൽ കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് ആരും പറയാതെ 10 സ്തോത്രം പൊങ്ങും. എന്താ അതിന്റെ കാരണം എന്നാണെന്നറിയാമോ? അവരോക്കുന്നത് പണ്ട് ഞങ്ങൾ അടിമയായിരുന്നു. ഓരോ ദിവസവും ഓരോ ആഴ്ചകളും ദൈവം ഇസ്രായേൽ മക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്, നിങ്ങൾ ഒരു കാലത്ത് നിങ്ങളും അടിമയായിരുന്നു. എന്തുകൊണ്ട് അതുകൊണ്ട് അവരെന്തർത്ഥമാക്കുന്നു? ദൈവം ഇന്നും നിങ്ങളെ ഈ സുഭിക്ഷതയിലേക്ക് കൊണ്ടുവന്നിരിക്കുമ്പോൾ നിങ്ങളുടെ വേലക്കാരനും ആ ദിവസം സ്വസ്ഥമായിരിക്കണം. അപ്പോൾ ദൈവം ആഗ്രഹിച്ച രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ കഴിഞ്ഞ നാളുകളെ ദൈവം അവർ ഓർപ്പിക്കുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വായിച്ചോട്ട് പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമുക്കത് വായിക്കേണ്ടിയിരിക്കുന്നു. എക്സോഡസ് ചാപ്റ്റർ 31 വേഴ്സ് നമ്പർ 12 to 17. നിങ്ങൾ മനസ്സിലാക്കണം, മൂന്നാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇറ്റ്സ് എ കവനന്റ് സൈൻ. ഒന്ന് നോട്ട് ചെയ്താ, ഇറ്റ്സ് എ കവനന്റ് സൈൻ, ഒരു ഉടമ്പടിയുടെ അടയാളമാണ്. ഇസ്രായേൽ മക്കൾക്ക് ശബത്ത് എന്ന് പറയുന്നത് ദൈവം കൊടുത്ത ഉടമ്പടിയുടെ ഒരടയാളമാണ്. ഇതിനാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറയുവാൻ ഇടയായിത്തുന്നത്. ദൈവം അബ്രഹാമിന് ഒരു ഉടമ്പടിയുടെ അടയാളം കൊടുത്തു. എന്തായിരുന്നു ഉടമ്പടി അടയാളം? ഉൽപ്പത്തി 17-ാം അധ്യായം അതിലെ 11-ാമത്തെ വാക്യം. ഉൽപ്പത്തി 17:11, ജനസിസ് 17:11. അത് എനിക്കും നിങ്ങൾക്കും മധ്യയുള്ള നിയമത്തിന്റെ അടയാളം. അപ്പോൾ ഈ ദൈവം അബ്രഹാമിനോട് പറയുന്ന ഒരു കാര്യമാണ്, അബ്രഹാമും ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടി, ഒരു കവനന്റ് റിലേഷൻഷിപ്പ്. എന്താണ് കവനന്റ്? എന്താണ് നമ്മൾ കവനന്റ് മീൻ ചെയ്യുന്നത്? കവനന്റ് എന്ന് പറയുന്നത് ഒരു വിസിബിൾ സീലാണ്, ഒരു വെളിപ്പെടുത്തുന്ന ഒരടയാളമാണ് കവനന്റ് എന്ന് പറയുന്നത്. നോട്ട് ചെയ്താട്ട്, കവനന്റ് സൈൻ is a visible seal and reminder of covenant commitments. Covenant sign is a visible seal and the reminder of covenant commitments. ഒരു പുറമേയുള്ള ഒരടയാളവും തമ്മിലുള്ളതായിരിക്കുന്ന ആ ബന്ധത്തിൻ്റെതായിരിക്കുന്ന കമ്മിറ്റ്മെന്റ്, തമ്മിലുള്ളതായിരിക്കുന്ന ആ കമ്മിറ്റ്മെന്റ്, സമർപ്പണത്തിൻ്റെതായിരിക്കുന്ന ഒരടയാളമാണ് കവൻ സൈൻ എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, അബ്രഹാമിന് ദൈവം ഒരു ഉടമ്പടി കൊടുത്തു. ആ ഉടമ്പടി അബ്രഹാമിന്റെ ശരീരത്തിലായിരുന്നു കൊടുത്തത്. അത് അബ്രഹാമിന്റെ അടയാളമായിരുന്നു. എന്തായിരുന്നു അടയാളം? അബ്രഹാമും അബ്രഹാമിന്റെ സന്തതിയും ആരായിരിക്കും? ദൈവത്തിന്റെ ജനമായിരിക്കും. ദൈവം അവരുടെ ആരായിരിക്കും? അവരുടെ ദൈവമായിരിക്കും. അപ്പോൾ ഇത് അബ്രഹാമും ദൈവമായിട്ടുള്ള ഒരു കവനന്റ് സൈൻ ആയിരുന്നു. ഒരു ഉടമ്പടിയുടെ ഒരു അടയാളമായിരുന്നു. അത് പരിച്ഛേദന ഒരു അടയാളമായിരുന്നത് പോലെ ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത ഒരു ഉടമ്പടിയുടെ അടയാളമായിരുന്നു ശാബത്ത് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, നിങ്ങൾ പറയുന്ന വേർഡ് ശാബത്ത് എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾക്ക്, ശ്രദ്ധിച്ചോണം എൻ്റെ ഓരോ വേർഡ്. ശാബത്ത് എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത ഒരു ഉടമ്പടിയുടെ അടയാളമായിരുന്നു. എന്താണ് ആ ഉടമ്പടി വെളിപ്പെടുത്തുന്നത്? ആ ഉടമ്പടി വെളിപ്പെടുത്തുന്നത് ഈ ഇസ്രായേൽ ജനവുമായിട്ട് ദൈവത്തിന് ഒരു പ്രത്യേകമായിരിക്കുന്ന കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഇവർക്ക് ദൈവത്തോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, ദൈവത്തിന് ഇവരോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഏത് സമയത്തും ഒരു ഉടമ്പടി നടക്കുമ്പോൾ അത് ഒരിക്കലും ഒരു വൺ വേ ട്രാഫിക് ആയിട്ടല്ല,
പരസ്പരമാണ് ഉടമ്പടി ചെയ്യുന്നത്. വിവാഹ ജീവിതം പരസ്പരമുള്ള ഒരു ഉടമ്പടി. ഭാര്യ ഭർത്താവിനോട് ഉടമ്പടി ചെയ്യുന്നു, ഭർത്താവ് ഭാര്യയോട് ഉടമ്പടി ചെയ്യുന്നു. അപ്പോൾ ഉടമ്പടി ഏത് സമയത്ത് കടന്നു വന്നാലും ഒരു ബിൽഡിങ് ഒരു കോൺട്രാക്ട് ചെയ്യുന്നു, ആ കോൺട്രാക്ടർ ഒരു ഉടമ്പടി ചെയ്യുന്നു. ആരോടാ ചെയ്യുന്നത്? ബിൽഡിങ്ങിന്റെ ഓണറുമായിട്ട് ചെയ്യുന്നു. അപ്പോൾ രണ്ട് കൂട്ടരും അതിനകത്ത് ഇൻവോൾവ് ആണ്. രണ്ട് കൂട്ടർക്കും ചിലത് പ്രവർത്തിക്കുവാനായിട്ടുണ്ട്. ഇതാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ഈ ഉടമ്പടി ലംഘിക്കുമ്പോൾ പ്രധാനമായിട്ട് അവർ തമ്മിലായിരിക്കുന്ന ആ സൈൻ, അടയാളത്തെ അവർ ലംഘിക്കുക ചെയ്യുന്നത്. ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത ഒരു ഉടമ്പടിയുടെ അടയാളമായിരുന്നു ശാബത്ത് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ദിവസം അവർ ദൈവത്തിന്റെ അടുക്കൽ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നതായിരുന്നു. ലോകത്തിന്റെ ജാതികളുടെ മുൻപിലും സ്വർഗസ്ഥനായിരിക്കും ദൈവത്തിന്റെ മുൻപിലും അവർ എന്റെ ജനമെന്നോ ദൈവത്തിന് പറയുവാനും ഈ ദൈവം എന്റെ ദൈവമെന്നോ അവർക്ക് പറയുവാനും ഉണ്ടായിരുന്ന കാരണം. ഞാൻ പറയുന്നത് മനസ്സിലായോ? ഈ ശാബത്ത് ദിവസം അവർ ദൈവസന്നിധിയിലേക്ക് സെപ്പറേറ്റ് ചെയ്യും. നിങ്ങൾക്കറിയാം ആ ദിവസം എന്തെല്ലാം ചെയ്യരുത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, 1/2 മൈൽ ദൂരം മാത്രമേ നടക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യണം? അവരുടെ വീട്ടിൽ പോലും തീ കത്തിക്കുവാനായിട്ട് അനുവാദമില്ല. ഒരു രീതിയിലും ഒരു പ്രവർത്തനവും പ്രവർത്തിക്കുവാൻ അനുവാദമില്ല. അവർക്ക് ആകെ ചെയ്യുവാൻ പറ്റുന്നത് ദൈവാലയത്തിലേക്ക് കടന്നുപോയിട്ട് ദൈവത്തെ ആരാധിച്ച് തിരിച്ച് ഭവനത്തിൽ കടന്നു വരാം. ഇതല്ലാതെ ഒന്നും അവർക്ക് അനുവദനീയമല്ല. അതിൽ കൂടുതൽ ചെയ്യുന്ന ആരായിരുന്നാലും ദൈവം കൽപ്പിച്ചത് അവരെ കല്ലെറിഞ്ഞു കൊല്ലുവാനാണ്. അപ്പോൾ ഈ ഉടമ്പടി അവർ അംഗീകരിക്കുമ്പോൾ, ഈ ഉടമ്പടി അവർ പ്രമാണിക്കുമ്പോൾ അതിൽ കൂടെ ദൈവം വെളിപ്പെടുത്തുന്നത് ഈ ഉടമ്പടിയാണ് ഈ ദൈവം അവരുടെ ദൈവമെന്ന് അവർക്ക് പറയപ്പെടുവാൻ കാരണം. ഈ ഉടമ്പടി അവർ ചെയ്യുമ്പോൾ, അഥവാ ഈ ശാബത്ത് ദിവസം ദൈവത്തിന്റെ സന്നിധാനത്തിലോ അവർ സെപ്പറേറ്റ് ചെയ്തിരിക്കുമ്പോൾ ദൈവം ഒരു കാര്യം പറയുന്നു, ഈ ജനം എന്റെ ജനമാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടേ പറഞ്ഞു വരുന്നത്? അപ്പോൾ ഇത് രണ്ടുപേരും തമ്മിലുള്ള ഒരു ഉടമ്പടിയുടെ അടയാളമാണ്. അപ്പോൾ ആ അടയാളം കൊണ്ട് അർത്ഥമാക്കുന്നത് അവർ തമ്മിലുള്ള ബന്ധത്തെ അവിടെ വെളിപ്പെടുത്തുക. എന്താണ് അതിന്റെ പ്രായോഗികമായിരിക്കുന്ന ആവശ്യകത? ഇതൊരിക്കൽ ഓർത്താൽ പോരാ. പിന്നെ എന്തിനാണ് എല്ലാ ആഴ്ചകളും ഇത് ചെയ്യുവാനായിട്ട് കാരണമായിരിക്കുന്നത്? അതിന്റെ പ്രാക്ടിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണ്? അതിന്റെ പ്രാക്ടിക്കലായിരിക്കുന്ന ആവശ്യകത വായിച്ചോട്ടോ. എക്സോഡസ് ചാപ്റ്റർ 20 വേഴ്സ് നമ്പർ 8 to 11. എക്സോഡസ് പുറപ്പാട് 20-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യം. ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക. അപ്പോൾ ഈ ദിവസം എന്ന് പറയുന്നത് വെറുതെ ഇരിക്കുവാൻ വേണ്ടിയുള്ളൊരു ദിവസമല്ല. പിന്നെ എന്തിനു വേണ്ടിയുള്ളതാ? ഇത് ശുദ്ധീകരണത്തിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ എന്താ ദൈവം കൽപ്പിച്ചത്? ലേവ്യ പുസ്തകം 23-ാം അധ്യായം, ലെവിറ്റിക്കസ് ചാപ്റ്റർ 23 വേഴ്സ് 1 and 2 and 3. 1, 2, 3 വാക്യം. ലോകം വിളിച്ചു കൂട്ടേണ്ടുന്ന ദിവസങ്ങളാവിത്. അപ്പോൾ ദൈവത്തിന് വിശുദ്ധ സഭായോഗം എന്ന് പറയുന്നത് ഒരു ഉത്സവമാണെങ്കിൽ അതിന്റെ താഴത്തെ വാക്യം, നെക്സ്റ്റ് വേഴ്സ്, 6 ദിവസം വേല ചെയ്യണം. അപ്പോൾ 7-ാം ദിവസത്തിന്റെ പ്രാക്ടിക്കലായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നു. അവിടെ പറയുന്നു 7-ാം ദിവസം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയുള്ളതാ? വിശുദ്ധ സഭായോഗം കൂടേണ്ടതിനോ എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം അതിന്റെ മീനിങ് പറഞ്ഞു. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞു, 1, ദൈവം 6 ദിവസം സൃഷ്ടിന് ശേഷം ദൈവം വിശ്രമിച്ചു. 2, ഇത് ദൈവവും ഇസ്രായേൽ മക്കളുമായിട്ടുള്ള ഉടമ്പടിയുടെ നിയമമായിരുന്നു. 3, ദൈവം അവർക്ക് വിശ്രമിപ്പാൻ വേണ്ടി ദൈവം അവരെ അടിമത്തിൽ നിന്ന് വിടുവിച്ചുവെന്ന് ഓർക്കുവാനുള്ള ഒരു ദിവസം. എന്നാൽ ഇവിടെ അത് എന്തുകൊണ്ട് പ്രായോഗികമായിട്ട് അവർ ഓരോ ആഴ്ചയും ചെയ്തതിന്റെ ഒന്നാമത്തെ കാരണം പറയുന്നത് ഇത് വിശുദ്ധ സഭായോഗം കൂടേണ്ടുന്ന ദിവസമാണ് എന്ന് പറഞ്ഞാൽ, ശബത്ത് ദിവസം ആചരിച്ചിട്ട് അവർക്ക് വീട്ടിലിരുന്നിട്ട് വിശ്രമിക്കുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ശബത്തിൽ അവർ ചെയ്യുവാൻ ദൈവം ആഗ്രഹിച്ചത് വിശുദ്ധ സഭായോഗം കൂടേണ്ടതിന് അവരെങ്ങോട്ട് കടന്നു പോകണം? ദൈവത്തിന്റെ ആലയത്തിലേക്ക്. അപ്പോൾ ഈ ശബത്തിൽ പ്രാക്ടിക്കലായിട്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അവർക്കറിയാം ആ പർട്ടിക്കുലർ ദിവസം അവർക്ക് എന്തിനു വേണ്ടിയുള്ളതാ? ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയുള്ളതാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, മസ്റ്റായിട്ട് ദൈവജനത്തിന് ദൈവത്തെ ആരാധിക്കുവാൻ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വേണം.
ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ആഴ്ചയിൽ ദൈവത്തെ ആരാധന പലപ്പോഴും പലർക്കും വളരെ ഈസി ആയിട്ട് എടുക്കാറുണ്ട്, വിട്ടുകളയാറുണ്ട്, അതിന് കൊടുക്കേണ്ട വാല്യൂ കൊടുക്കാത്തതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മൾ വില കൊടുത്തില്ല എങ്കിലും സ്വർഗസ്ഥനായിരിക്കും ദൈവം ആരാധനയ്ക്ക് വില കൊടുക്കുന്നുണ്ട്. സ്വർഗത്തിലെ ദൈവം ആരാധനയ്ക്ക് വില കൊടുക്കുന്നുവെങ്കിൽ ഞാനും നിങ്ങളും ആരാധനയ്ക്ക് വില കൊടുക്കുന്നില്ല എങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിലെ ശിക്ഷയ്ക്ക് ഞാൻ പ്രാപ്തനാ എന്ന് പറഞ്ഞാൽ, ആരാധന നടക്കുമ്പോൾ വീട്ടിൽ ഇരുന്ന് മറ്റു കാര്യം ചെയ്താൽ ദൈവത്തിലെ ശിക്ഷയാണ് വരുത്തി വെക്കുന്നതെന്നാ പറഞ്ഞേ. ആരാധനയുടെ സീരിയസ്നെസ് നമ്മൾ മനസ്സിലാക്കണം. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തൊക്കെയാണെങ്കിലും ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒന്ന്, എന്തിനു വേണ്ടി അവർ പ്രാക്ടിക്കലായിട്ട് അവർ എന്താ ഇതിന്റെ ആഗ്രഹമായിരിക്കുന്നത്? ആഴ്ചയിൽ ഒരു ദിവസം ദൈവത്തെ ആരാധിക്കുവാനുള്ള ദിവസം, ദൈവത്തിന്റെ സന്നിധിയിൽ സഭായോഗം കൂടുവാനുള്ള ദിവസം. ദൈവത്തിന്റെ സന്നിധിയിൽ സഭായോഗം കൂടുമ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് അവിടെ സംഭവിക്കുന്നത്. ദൈവം അവിടെ പറയുണ്ടായി, ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവ. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. ഈ ദൈവസന്നിധി സഭായോഗത്തിന് കടന്നു വരുമ്പോൾ നമുക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കണം. എന്തായിരിക്കും ഉണ്ടായിരിക്കേണ്ടത്? ഒരു വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു ദാഹമുണ്ടായിരിക്കണം. ഞാൻ നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന യഹോവ. എങ്ങനെയാ ദൈവം നമ്മെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുവാനുള്ള ഒരു മനസ്സോടുകൂടി ആയിരിക്കണം ആരാധനയിലേക്ക് കടന്നു വരുന്നത്. അഥവാ ഇസ്രായേൽ മക്കൾ ശബ്ബത്ത് നാളില് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി കടന്നു പോകുമ്പോൾ അവർ പോയി ദൈവത്തെ ആരാധിച്ചിട്ട് പതിവ് പോലെ വരുവാനല്ല ദൈവം ആഗ്രഹിച്ചത്. പിന്നെയോ അവരുടെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം നടക്കേണ്ടത് വളരെ ആവശ്യമാണ്. ശ്രദ്ധിച്ചോണേ, ഞാൻ ഈ പറയുന്ന പോയിന്റ് ശ്രദ്ധിച്ചോണേ. ആരാധനയിൽ ശുദ്ധീകരണം നടക്കുന്നില്ല എങ്കിൽ ആരാധന കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. കൈയടിച്ച് രണ്ട് അന്യഭാഷ പറയാൻ വേണ്ടി അല്ല ആരാധന എന്ന് പറയുന്നത്. ആരാധന യഥാർത്ഥമായിട്ട് ഉണ്ടാകേണ്ടത് ഒരു ശുദ്ധീകരണത്തിന്റെ അനുഭവമാണ്. ഒരു ശുദ്ധീകരണത്തിന്റെ അനുഭവം ആരാധന ഉണ്ടായിരിക്കണം. എന്താ ദൈവം കൽപ്പിച്ചത്? എങ്ങനെയാ ശുദ്ധീകരണം വരുന്നത് നിങ്ങൾക്കറിയാം. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ദൈവത്തിന്റെ വചനം നാം കേൾക്കുന്നു. രണ്ട്, ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. ഈ രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ജീവിതം ശുദ്ധീകരണത്തിലേക്ക് കടന്നു പോകുന്നത്. കാരണം ഉയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പോൾ ഇവിടെ ഒന്ന് നമ്മൾ കണ്ടത്, ഇവിടെ അതിന്റെ ഒന്നാമത്തെ മീനിങ് എന്ന് പറയുന്നത് ദൈവം ശുദ്ധീകരിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് ഈ 7-ാം ദിവസം അവർക്കൊരു വലിയ പ്രത്യേകതയുണ്ട്. എന്താ അവരുടെ പ്രത്യേകത? ഒന്ന് വായിച്ചിട്ട് ഇവരുടെ ജീവിതത്തിൽ കടന്നു വന്നായിരിക്കുന്ന വീഴ്ചകളെ നോക്കിക്കൊണ്ട് അപ്പൊ യെശയ്യാ പ്രവാചകൻ പറയുന്ന ഒരു വേർഡ് നിങ്ങൾ മനസ്സിലാക്കിയ യെശയ്യാവ് 58-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. യെശയ്യാ ചാപ്റ്റർ 58 വേഴ്സ് നമ്പർ 13. എങ്ങനെയായിരിക്കണം ആ വിശുദ്ധ ദിവസത്തെ നാം ഗൗരവമായി എടുക്കേണ്ടത് എന്നുള്ളത് ആ വേർഡ് പറയുന്നു. എല്ലാവരും ബൈബിൾ എടുത്താട്ട് ആ വാക്യങ്ങൾ അണ്ടർലൈൻ ചെയ്താട്ട്. യെശയ്യാവ് 58:13. യെശയ്യാ ചാപ്റ്റർ 58 വേഴ്സ് 13. എന്ത് നാം ചെയ്യണം, എന്ത് ചെയ്യരുത് അവിടെ പറയുന്നു. വായിച്ചോട്ട്. നീ എന്റെ വിശുദ്ധ ദിവസത്തിൽ ഒന്നാമത് ചെയ്യേണ്ടത് നിന്റെ കാര്യം നോക്കാനല്ല പോകേണ്ടത്. പിന്നെന്ത് ചെയ്യണം? ശബത്ത് ദിവസമാണോ നിന്റെ കാലം അടക്കി വെക്കണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇരിക്കാൻ ശ്രമിക്കണം. എന്നിട്ട് രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാകേണ്ടത്. ഒന്ന്, ശബത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കുന്നു? ഒരു സന്തോഷമാണ്. രണ്ട്, യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാൻ. അപ്പോൾ ഈ ദിവസം വെള്ളിയാഴ്ച ആരാധന കടന്നു വരുമ്പോൾ ഈ രണ്ട് അനുഭവത്തോടു കൂടെ വേണം കടന്നു വരാൻ. കാരണം വെള്ളിയാഴ്ച ആരാധനയ്ക്ക് വരുന്നത് എനിക്കൊരു സന്തോഷമാണ്, അതെനിക്ക് ബഹുമാനിക്കേണ്ട ഒരു ദിവസം കൂടെയാണ്. ഇത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു ആറ്റിറ്റ്യൂഡാ. അത് നാം ചെയ്താൽ എന്ത് സംഭവിക്കും? താഴെ അത് ശരിയായിട്ട് റെഡ് മഷിയുണ്ടോ ഒന്ന് അണ്ടർലൈൻ ചെയ്താട്ട്. വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ നീ യഹോവയിൽ
പ്രമോദിക്കും. നീ ദൈവത്തിൽ പ്രമോദിക്കണമെങ്കിൽ ഈ കാര്യം ചെയ്തേ പറ്റത്തുള്ളൂ. രാവിലെ വെള്ളിയാഴ്ച രാവിലെ എഴുന്നേറ്റ് ചുക്ലോത്തി അടിച്ച് രാവിലെ 12:30 ആകുമ്പോൾ പതുക്കെ വീട്ടിൽ നിന്ന് ഒരുങ്ങി ആരാധനയ്ക്ക് വന്നു കഴിഞ്ഞാൽ വലിയ വെച്ചൊന്നും കിട്ടാനില്ല. ദൈവത്തിന്റെ സന്നിധാനത്തിൽ ഞാൻ കൊടുക്കുന്ന പ്രിപ്പറേഷനാണ് എൻ്റെ ജീവിതത്തിന്റെ അനുഗ്രഹം. നിങ്ങൾ എവിടെ നിങ്ങൾ കടന്നു പോക്കോ, പക്ഷെ നിങ്ങൾ വെൽ പ്രിപ്പയർഡായിട്ട് കടന്നു പോകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. കടന്നു വരുമ്പോൾ ദൈവശക്തി വെളിപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം ഇതിൻ്റെ പിന്നിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ജനത്തെ ദൈവം മാനിക്കുന്നതാണെന്ന് ഓർമ്മ വേണം. എന്താ ഇവിടുത്തെ വിഷയം? ദൈവം ആഗ്രഹിക്കുന്ന ശബത്ത് ദിവസമാണെങ്കിൽ വെറുതെ ഇരിക്കുവാനുള്ള ദിവസമല്ല, അത് ദൈവത്തിന് സഭായോഗം കൊണ്ട ദിവസമാണ്. ആ ദിവസം ബഹുമാനത്തിന് യോഗ്യമായിരിക്കുന്ന ദിവസമാണ്. അത് ബഹുമാനിക്കേണ്ട ദിവസമാണ്. അന്ന് എങ്ങനെയാ ബഹുമാനിക്കുന്നത്? വീട്ടിൽ നിന്ന് കടന്നു വരുമ്പോൾ ചിന്തിച്ചോണ്ടാ വരുന്നത്, പ്രാർത്ഥിച്ചോണ്ടാ വരുന്നത്, കർത്താവേ ഇന്ന് ഞാൻ അങ്ങോട്ട് കടന്നു പോകുന്നത് നിന്നിൽ സന്തോഷിപ്പാനാ. ആ സന്തോഷത്തോട് കടന്നു വരുന്നവരെ മുഖം നോക്കി അറിയാം അവരുടെ ഉള്ളിൽ ആ സന്തോഷമുണ്ടെന്ന്. അല്ലാത്തവർക്കാണ് പാസ്റ്റർ ഇവിടുന്ന് സ്റ്റേജിൽ നിന്ന് പറയേണ്ടത് എല്ലാവരും സ്തോത്രം ചെയ്യുക 10 സ്തോത്രം 10 പ്രാവശ്യം പാസ്റ്റർ പറഞ്ഞാൽ 1 പ്രാവശ്യം സ്തോത്രം പറഞ്ഞതിന്റെ കാരണമാണ് ഉള്ളിൽ ആ സന്തോഷമില്ലാത്തത്. ഉള്ളത്തിന്റെ ഉള്ളിൽ ദൈവം എന്നെ വിടുവിച്ചായിരിക്കുന്ന നന്മകളെ ഓർത്തുകൊണ്ട്, എന്നെ വിടുവിച്ചായിരിക്കുന്ന വിധങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ ഒരൊറ്റ മനുഷ്യൻ നിന്നോട് പറയേണ്ട കാര്യമില്ല. ദൈവത്തെ സ്തുതിക്കാൻ ഓട്ടോമാറ്റിക്കായിട്ട് നിന്റെ ഉള്ളം കൊണ്ട് ദൈവത്തിന് നന്ദി കരയറ്റും. എന്നെ വെട്ടിയെടുത്ത പാറയിലേക്ക് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ, എന്നെ എവിടുന്ന് രക്ഷിച്ചുവിനെ നോക്കിക്കഴിഞ്ഞാൽ, എന്നെ എവിടുന്നാണ് അവൻ വീണ്ടെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ആ ഓർമ്മ എന്റെ ഉള്ളത്തിൽ കടന്നു വരുമ്പോൾ എന്റെ ഉള്ളം ദൈവത്തിന് നന്ദി കരയറ്റും. എന്റെ ഉള്ളം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. എന്റെ ഉള്ളം ദൈവത്തിൽ ആനന്ദിച്ചുകൊണ്ടേയിരിക്കും. എന്റെ ഉള്ളം ദൈവത്തിൽ ആനന്ദിച്ചുകൊണ്ടേയിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി ഒന്ന് ഓർമ്മ വേണേ, ഇങ്ങനെയുള്ള ഒരു ജലത്തെ കാണാനാ ദൈവത്തിന്റെ സന്തോഷം. കാരണം അവരുടെ മുഖം സന്തോഷിച്ചു കൊണ്ടിരിക്കും, ഇവരുടെ ദൈവത്തിന്റെ ഉള്ളം സന്തോഷിച്ചു കൊണ്ടിരിക്കും. ദൈവം സ്വർഗ്ഗത്തിൽ നോക്കുമ്പോൾ തന്നെ നോക്കിക്കൊണ്ട് സന്തോഷിക്കുന്ന ഒരു ജനത്തെ കാണുമ്പോൾ ദൈവത്തിന്റെ ഉള്ളം സന്തോഷിക്കും. തന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ നിർവീര്യമായിട്ട് കടന്നു വരുന്നുവെങ്കിൽ അവിടെ അനുഗ്രഹം കാണത്തുള്ളൂ. ഇതോടുകൂടെ ചേർന്ന് വായിക്കേണ്ട വേറൊരു അനുഗ്രഹിക്കപ്പെട്ട വാക്യമുണ്ട്, അണ്ടർലൈൻ ചെയ്ത വാക്യമുണ്ട്. യെരമ്യാവ് 48:10. മനസ്സിലായ വാക്യത്തിന്റെ പ്രത്യേകത? ഒരു ഭാഗത്ത് അനുഗ്രഹം കിടക്കുമ്പോൾ മറുസൈഡിൽ പറയുകയാണ്, യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ നിർബന്ധിച്ചാ വരുന്നത്. ദൈവത്തിന്റെ സന്നിധാനത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രാക്ടിക്കലായിട്ട് അവർ ആഗ്രഹിക്കുന്നത് ഇത് അവർക്ക് സന്തോഷത്തിന്റെ ദിവസം എന്നുള്ളതാ, ഒരാനന്ദത്തിന്റെ ദിവസം. 2, അവരെന്ത് മനസ്സിലാക്കുന്നു? സെക്കൻഡ് തിങ്, അവരെന്ത് മനസ്സിലാക്കുന്നു? ഫസ്റ്റ് പോയിന്റ് നമ്മൾ കണ്ടത് എവറി വീക്ക് അതൊരു ശുദ്ധീകരണത്തിന്റെ ദിവസമാണ്, a day for sanctification. രണ്ടാമത്തത് Deuteronomy chapter 5 verse 12 to 14. പ്രാക്ടിക്കലായിട്ട് അവർ എന്ത് ചെയ്യണം? അന്ന് എന്ത് ചെയ്യരുത്? താഴെ പറയുന്നു, നിന്റെ വീട്ടിലുള്ള ഒരു വേലക്കാരനെ കൊണ്ട് നീ എന്ത് ചെയ്യരുത്? ഒരു വേലയും ചെയ്യിപ്പിക്കരുത്. പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്, അല്പം ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഒരു പണിയും നീ ചെയ്യിപ്പിക്കുവാൻ പോകരുത്. കാരണം നമ്മൾ ഓർക്കുന്നുണ്ട്, ഞാൻ ഒരിക്കലും അടിമയായിരുന്നു. അപ്പോൾ പ്രായോഗികമായിട്ട് അവർ ചെയ്യേണ്ടത് ഈ പർട്ടിക്കുലർ ദിവസം ദൈവത്തെ ആരാധിക്കുവാൻ പോകുന്നത് മാത്രമല്ല, അന്ന് തങ്ങൾ തന്നെ വേലയിൽ നിന്ന് സ്വതന്ത്രരായിരിക്കുന്ന പോലെ തന്നെ തങ്ങൾ കീഴ്പ്പെടുത്തി വെച്ചിരിക്കുന്ന ആർക്കും എന്ത് കൊടുക്കുന്നില്ല. അതിനാധാരമായിട്ട് ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യം, Deuteronomy chapter 8 verse number 7 to 10. ദൈവം അവരെ കൊണ്ടുപോകുന്ന ദേശത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്നു. നിന്റെ ദൈവമായ യഹോവ നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. നെക്സ്റ്റ്, സുഭിക്ഷമായി ഉപജീവനം കഴിയുന്നതും ഒന്നിനും കുറവില്ലാത്തതുമായിരിക്കും ദേശം. ദൈവരെ എങ്ങോട്ടാ കൊണ്ടുപോയെന്നറിയാമോ? ദൈവം ഇവരെ കൊണ്ടുപോയത് ഒരു സ്വസ്ഥതയുടെ അനുഭവത്തിലേക്ക്. യോശുവ മുഖാന്തരമായിട്ട് ദൈവം ഇസ്രായേൽ മക്കളെ നയിച്ചത് ഒരു സ്വസ്ഥതയിലേക്ക്.
മിസ്രൈമിന്റെ അടിമത്തത്തിൽ കിടന്ന ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത നാട്ടിൽ ചെന്നിട്ട് കഷ്ടപ്പെടണമെന്നുള്ളത് ദൈവത്തിന്റെ പർപ്പസായിരുന്നു. ശ്രദ്ധിച്ചാണ് ഞാൻ പറയുന്ന ഓരോ പോയിന്റ്. ഈ മിസ്രൈമിന്റെ അതിർത്തിയിൽ കിടന്ന ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത നാട്ടിൽ കടന്നു ചെന്ന് കഷ്ടപ്പെടണമെന്ന് ദൈവം ആഗ്രഹിച്ചില്ല. പിന്നെ ദൈവം എന്താണ് അതിൽ കൂടെ ആഗ്രഹിച്ചത്? ദൈവം ആഗ്രഹിച്ചത് അവർ സ്വസ്ഥതയിലേക്ക് അവർ കടക്കണം, അവർ സ്വസ്ഥത അവർ അനുഭവിക്കണം, അവരും അനുഭവിക്കുന്ന സ്വസ്ഥത. അവർ സ്വസ്ഥതയെ അനുഭവിക്കണമെങ്കിൽ ദൈവം എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു? ഒന്നാമത് ദൈവം ചെയ്യേണ്ടിയിരുന്നത് ആ സകല ശത്രുക്കളെയും ആ ദേശത്ത് നിന്ന് പരിപൂർണമായി മാറ്റണം. രണ്ട്, ഇവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കഴിക്കുവാൻ അഥവാ ജീവിക്കുവാൻ വേണ്ട സാഹചര്യം ദൈവം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇവിടെ ദൈവത്തിന്റെ വിശുദ്ധ ഇപ്രകാരം പറയുന്നു, അങ്ങ് ആ ദൈവം ഇവരെ കൊണ്ടുപോയ ദേശം ഒന്നിനും കുറവില്ലാത്തൊരു ദേശം, സകലതും സുഭിക്ഷമായിരിക്കുന്ന ദേശം, ഒന്നിനും ഒരു കുറവുമില്ല. പാലിന് പാലുണ്ട്, തേനിന് തേനുണ്ട്, എല്ലാവിധമായിരിക്കുന്ന ഫലങ്ങൾ ഇഷ്ടം പോലുണ്ട്. ഒന്നിനും ഒരു കുറവില്ലാത്തൊരു ദേശത്തിലേക്കാണ് ദൈവം ഇസ്രായേൽ മക്കളെ കൊണ്ടുപോയത്. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് എന്ത് സംഭവിച്ചില്ല? യോശുവ ഉൾപ്പെടെയുള്ള ജനത്തിന് ദൈവം വെച്ചിരുന്ന സ്വസ്ഥത അനുഭവിക്കുവാനായിട്ട് സാധ്യമായില്ല. എന്തുകൊണ്ട് അവർക്ക് അനുഭവിക്കുവാനായിട്ട് സാധ്യമാണ്? രണ്ട് പ്രധാനപ്പെട്ട കാരണമാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ വാഗ്ദത്ത നാട് പൂർണ്ണമായിട്ട് അവർക്ക് ഏറ്റെടുക്കുവാൻ സാധ്യമായില്ല. ഇവ എന്ത് ചെയ്യണമെന്ന് ദൈവം കൽപ്പിച്ചു. ദൈവം പറഞ്ഞത്, നീ സകല ശത്രുക്കളെയും നിങ്ങൾ എന്ത് ചെയ്യണം? അവർ നിർമൂലമാക്കണം. എല്ലാ ശത്രുക്കളെയും നിർമൂലമാക്കുവാൻ ദൈവം കൽപ്പിച്ചു. എല്ലാ ശത്രുക്കളെയും അവർ നിർമൂലമാക്കിയിരുന്നുവെങ്കിൽ അവർക്ക് തുടർന്ന് ഒരു ശത്രുവും അവർക്ക് നേരെ എഴുന്നേൽക്കത്തില്ലായിരുന്നു. അവർക്ക് സംഭവിച്ച ഏറ്റവും വലിയൊരു പരാജയം എന്ന് പറയുന്നത്, അവർ സ്വസ്ഥത അനുഭവിക്കാതിരുന്ന ഇരിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത്, ശത്രുക്കളെ അവർ തങ്ങളുടെ ദേശത്ത് അലവ് ചെയ്തു എന്നുള്ളതാ. തങ്ങളുടെ ദൈവം തങ്ങൾക്ക് വാഗ്ദത്തം കൊടുത്ത ദേശത്ത്, ദൈവം തങ്ങൾക്ക് അനുവദിച്ചു കൊടുത്ത ദേശത്ത് അവർ ശത്രുക്കളെ നശിപ്പിക്കേണ്ടതിന് പകരം ആ ശത്രുക്കളെ അവർ കീപ്പ് ചെയ്തു എന്നുള്ളതാണ് അവരുടെ ഒന്നാമത്തെ പ്രോബ്ലം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവം ഈ ശത്രുക്കൾ മുഖാന്തരമായിട്ട് ഇസ്രായേൽ മക്കൾ പലപ്പോഴും പാപം ചെയ്യുവാൻ കാരണമായി തീർന്നു. ദൈവം ഈ ശത്രുക്കളെ എഴുന്നേൽപ്പിച്ച് ഉപദ്രവിക്കുവാൻ തുടങ്ങി. ദൈവം സ്വസ്ഥത അനുഭവിക്കുവാൻ കൊണ്ടുപോയ സ്ഥലത്ത് സ്വസ്ഥതയ്ക്ക് പകരം സമാധാനമില്ലായ്മ അനുഭവിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവത്തിന് കുഴപ്പമല്ലായിരുന്നു, നിന്നോട് ദൈവം കൽപ്പിച്ചത് ചെയ്യാതിരുന്നതാ. ദൈവത്തിന്റെ മക്കൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ ജനത്തെ ദൈവം സ്വസ്ഥതയിലേക്ക് നടത്തിയതാണോ? സ്വസ്ഥത ദൈവം അവ കൊടുത്തതാണോ? അവർക്ക് സകലതും സുഭിക്ഷമായിരിക്കുന്നത് ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു. തക്ക സമയത്ത് മഴ പെയ്ക്കുന്ന ഒരു ദേശം, യഹോവ പരിപാലിക്കുന്ന ഒരു ദേശം. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ മക്കൾക്ക് ദൈവം വാഗ്ദത്തം കൊടുത്ത വാഗ്ദത്ത കനാൻ നാട് ദൈവം പരിപാലിക്കുന്ന ഒരു ദേശമായിരുന്നു. അന്ന് പണ്ട് മിസ്രൈമിൽ ഇരുന്നപ്പോൾ അന്ന് നിലത്ത് വിത്ത് വിതയ്ക്കുന്നില്ല, ചക്രം കൊണ്ട് വെള്ളം ചവിട്ടിയാണ് അകത്ത് കയറ്റിയത്. എന്നാൽ ഇവിടെ നിനക്ക് അതിന്റെ ആവശ്യമില്ല. സ്വർഗത്തിലെ ദൈവം തക്ക സമയത്ത് മഴ കൊടുക്കുന്നുണ്ട്. ആ മഴയുള്ളത് കൊണ്ട് നിന്റെ പാടം മുഴുവൻ വെള്ളം കൊണ്ട് നിറയപ്പെടുന്നു. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, നിന്റെ നിലത്തിലെ വിത്ത് നശിക്കത്തക്കോണുള്ള മഴയല്ല ദൈവം തന്നത്. പിന്നെയോ നിന്റെ നിലത്തിലെ വിത്ത് വളരത്തക്കോണം അനുകൂലമായിരിക്കുന്ന മഴയാണ് ദൈവം തന്നത്. നിന്റെ വിത്ത് അത് ഫലം കായ്ക്കുവാൻ തക്കവണ്ണം അതിന്റെ കതിലിടുമ്പോൾ ദൈവം ഒരു മഴ കൊടുക്കുന്നു. ഇസ്രായേൽ മക്കൾക്ക് രണ്ട് മഴയാണുള്ളത്, ഒന്ന് മുൻമഴ, രണ്ട് പിന്മഴ. എന്താണ് മുൻമഴയുടെ അർത്ഥം? മുൻമഴ വിത്ത് വിതയ്ക്കുന്ന സമയത്ത് ദൈവം കൊടുക്കുന്നു. എന്താണ് പിന്മഴയുടെ അർത്ഥം? പിന്മഴ ദൈവം വിത്ത് അത് ഫലപൂർണ്ണമാകുവാൻ അഥവാ വിത്ത് പൂർണ്ണമായിട്ട് വിളയപ്പെടുവാനായിട്ട് ദൈവം കൊടുക്കുന്നു. രണ്ടാമത്തെ സ്റ്റേജിൽ, രണ്ട് സ്റ്റേജിലാണ് ദൈവം ഇസ്രായേൽ മക്കൾക്ക് മഴ കൊടുക്കുന്നത്. എന്നാൽ എന്ത് സംഭവിച്ചു? ഇസ്രായേൽ മക്കളുടെ പാപം കടന്നു വന്നപ്പോൾ എന്താ സംഭവിച്ചത്? മുൻമഴ പിന്നെ പെയ്തതുമില്ല. മുൻമഴ പെയ്തു, പിന്മഴ പെയ്തതുമില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വിളവ് വിൽക്കുവാൻ വിത്ത് വിതയ്ക്കുവാനായിട്ട് അനുകൂലമായ സാഹചര്യം അവർക്ക് ഉണ്ടായിരുന്നു. എന്നാൽ വിത്ത് കൊയ്തെടുക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചപ്പോൾ അന്ന് അവർക്ക് മഴ കിട്ടിയില്ല. അധ്വാനം വൃഥാവായിട്ട് നഷ്ടപ്പെട്ടു. ഇന്ന് രാത്രി ദൈവത്തിന് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഞാൻ ഓർപ്പിക്കട്ടെ, നിന്റെ അധ്വാനം നഷ്ടമാകുന്നതിന്റെ കാരണമെന്നാണെന്ന് അറിയാമോ? ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ദൈവത്തെ നീ ആരാധിക്കുവാൻ കടന്നില്ലാത്തത്, ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ദൈവത്തിന് നന്ദി കയറ്റുവാൻ നിനക്ക് സാധിക്കാത്തത്, ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നന്ദി പറയുവാൻ സാധിക്കാത്തത്, പ്രിയപ്പെട്ടവരെ
അതാണ് ഇസ്രായേൽ മക്കളുടെ അനുഗ്രഹത്തിന് കാരണം അതായിരുന്നു. എന്തായിരുന്നു അവരുടെ വിഷയം? ദൈവം സ്വസ്ഥത കൊടുത്ത ദേശത്ത് അവർ ശത്രുക്കളെ കൂടെ അലവ് ചെയ്തു. അതുകൊണ്ട് എന്തായിത്തീർന്നു? ഈ ശത്രു അവരുടെ കണ്ണിൽ മുള്ളായിത്തീർന്നു. ഏത് സമയത്ത് അവരുടെ കണ്ണിൽ മുള്ള, എപ്പോഴും അവർക്ക് ബുദ്ധിമുട്ടുകൾ, എപ്പോഴും അവർക്ക് ഭാരങ്ങൾ, എപ്പോഴും അവർക്ക് വേദനകൾ, എപ്പോഴും അവർക്ക് പ്രയാസങ്ങൾ. എന്തിനായിരുന്നു ദൈവം പിന്നീട് ചെയ്തത്? അനുസരണമില്ലാത്ത ജനത്തെ അനുസരണം പഠിപ്പിക്കുവാൻ ദൈവം ശത്രുവിനെ വെച്ചു. എന്റെ വചനമല്ല പറയുന്നത്, ദൈവത്തിന്റെ വിശുദ്ധ വചനം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുക. ന്യായമാരുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിച്ചിട്ട് എന്തുകൊണ്ട് ദൈവം പിന്നീട് ആ ശത്രുവിനെ നശിപ്പിച്ചു. ദൈവം ആഗ്രഹിച്ച ശത്രുവിനെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചു കളയുവാൻ. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് നശിപ്പിച്ച് കളയുന്നതുകൊണ്ട് ദൈവം ചിന്തിച്ചു അവരും അവിടെ നിൽക്കട്ടെ എന്ന് ദൈവം ചിന്തിച്ചു. അതുകൊണ്ട് എന്ത് സാധിച്ചില്ല? അവർക്ക് പരിപൂർണമായി നശിപ്പിച്ചു കളയുവാൻ അവർക്ക് സാധ്യമായില്ല. ദൈവം വാഗ്ദത്തം ചെയ്ത ദേശം, വാഗ്ദത്തത്തിന് അവകാശികളായി വരുന്നവര്, വാഗ്ദത്തം ഇല്ലാത്ത ജനത്തോടുകൂടെ ജീവിക്കേണ്ട ഒരു ഗതികളിലേക്ക് അവർ കടന്നു വന്നു. വായിച്ചോട്ടെ 3-ാം അധ്യായം 1-2 വാക്യം. അണ്ടർലൈൻ ദാറ്റ് വേഴ്സ്. അത് വളരെ പ്രാധാന്യമായിരിക്കുന്ന ജഡ്ജസ് ചാപ്റ്റർ 3 വേഴ്സ് നമ്പർ 1 and 2. 1-2 വാക്യം വളരെ വിലപ്പെട്ട ഒരു വാക്യം. അണ്ടർലൈൻ ദാറ്റ് യഹോവ വെച്ച ജാതികളാവിത്. എന്തിനാ ദൈവം ജാതികളെ വെച്ചു? 2 കാരണത്തിന് വേണ്ടി ദൈവം ജാതികളെ വെച്ചു. ദൈവത്തിന് ആഗ്രഹമല്ല ഈ ജാതിയെ വെക്കണമെന്നായിരുന്നത്. എന്നാൽ ഇസ്രായേൽ മക്കളെ അലവ് ചെയ്തു. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചുകൊണ്ട് ദൈവം മൗനമായിട്ട് പിന്നീട് അതിൽ കൂടെ ദൈവം അവരെ ഒരു പാഠം പഠിപ്പിക്കുവാൻ തുടങ്ങി. എന്താ 2 കാരണം എന്നറിയാം? ഒന്ന്, കനാനിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളെ എന്ത് ചെയ്യേണ്ടതിനാ? ഫസ്റ്റ് വൺ എന്ത് പറഞ്ഞു? ഒന്നാമത് പറഞ്ഞത് പരീക്ഷിക്കേണ്ടത്. എന്തിനാ പരീക്ഷിക്കേണ്ടത്? ഈ ശത്രുവിനെ ദൈവം വെച്ചിട്ട് ദൈവം പരീക്ഷിക്കുവാൻ ആഗ്രഹിച്ചു. എന്തോ പരീക്ഷിക്കുവാൻ ആഗ്രഹിച്ചത്? നീ ശത്രുവിന്റെ ദേവനെയാണോ ആരാധിക്കുന്നത്? ജീവനുള്ള ദൈവത്തെ ആരാധിക്കുമോ? നീ ശത്രുവിന്റെ വാക്ക് കേട്ട് മുൻപോട്ട് പോകുമോ? അതോ ജീവനുള്ള ദൈവത്തിന്റെ വാക്ക് കേട്ട് മുൻപോട്ട് പോകുമോ? അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവം ശത്രുവിനെ കൂടെ അവിടെ വെച്ചു. ദൈവത്തിന്റെ പർപ്പസ് ആയിരുന്നില്ല അത്. ദൈവം പക്ഷെങ്കിൽ ഇവരത് നശിപ്പിക്കാനത് കൊണ്ട് ദൈവം അതിൽ കൂടെ ചിലത് പഠിപ്പിക്കുവാനായിട്ട് ഒരുങ്ങി. ഓർക്കണമേ പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കൾ, നിൽക്കേണ്ടാത്ത സ്ഥാനത്ത് നിൽക്കുന്നുവെങ്കിൽ നാളെ ആ നിൽക്കേണ്ടാത്ത സ്ഥാനം എന്ന് പറയുന്നത് എനിക്ക് ബുദ്ധിമുട്ടാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചോണം. ശ്രദ്ധിക്കുക ഈ വേർഡ്. നിൽക്കരുതാത്ത സ്ഥാനത്ത് ഞാൻ നിൽക്കുന്നുവെങ്കിൽ, നിൽക്കരുതാത്ത ഇടത്ത് ഞാൻ നിൽക്കുന്നുവെങ്കിൽ, ദൈവത്തിന് ഹിതരമല്ലാത്ത സ്ഥാനത്ത് ഞാൻ നിൽക്കുന്നുവെങ്കിൽ നാളെ ഞാൻ നിൽക്കുന്ന സ്ഥാനം എനിക്കൊരു തലവേദനയാകുമാകും എന്ന് പറയുവാൻ സാധിക്കും. ഞാൻ ഇതിനൊക്കെ ജയമെടുത്തതെന്ന. എന്നാൽ ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, കുഞ്ഞെ, നിങ്ങൾ ജയമെടുക്കാത്തതുകൊണ്ടല്ല, നിങ്ങൾ കടന്നിരുന്ന ദേശത്ത് ഒരൊറ്റ ജാതിയെ പോലും നിങ്ങൾ വെച്ചേക്കരുത്. ഏതെങ്കിലും ഒന്നിനെ അവശേഷിപ്പിച്ചാൽ അവർ നിങ്ങളെ നശിപ്പിക്കും. സ്വർഗത്തിലെ ദൈവത്തിന് മനുഷ്യന്റെ കപ്പാസിറ്റി അറിയുക. ആ കപ്പാസിറ്റി അറിഞ്ഞുകൊണ്ട് ദൈവം പറഞ്ഞത്, കുഞ്ഞെ, ഒരൊറ്റ ജാതിയെ ശേഷിപ്പിക്കരുത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, എന്താ ദൈവം അതിൽ കൂടെ ആഗ്രഹിച്ചത്? ദൈവം ഇവരെ പരീക്ഷിക്കുവാൻ ആഗ്രഹിച്ചു. 2, ദൈവം എന്ത് ചെയ്യുവാൻ ആഗ്രഹിച്ചു? രണ്ടാമത് പറയുന്നത്, അത് ഇസ്രായേൽ മക്കള് കനാനിലെ യുദ്ധങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനാണ്. അപ്പൊ ഇതെന്തിന്റെ സമയമായിരിക്കും എന്നറിയാമോ? ഒരു പരിശീലനത്തിന്റെ സമയമാണ്. വാളെടുക്കാൻ അറിയാത്ത എല്ലാത്തിനെയും വാളെടുപ്പിക്കുവാൻ ദൈവം പഠിപ്പിക്കുക. യുദ്ധം ചെയ്യുവാൻ അറിയാത്ത ജനത്തെ യുദ്ധം ചെയ്യാൻ പഠിപ്പിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്താ ഈ അവസ്ഥ എന്നറിയാമോ? അടുത്ത ആഴ്ച ഞാൻ കടന്നു വരുന്നുണ്ട്. പുതിയ നിയമ വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു സ്വസ്ഥതയാണ്. അതൊരു പാരഡൈസ് ലൈഫാണ്. ഞാൻ അടുത്ത ആഴ്ചയിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്നാൽ ആ പാരഡൈസ് ലൈഫിൽ എന്താ വിഷയമായിരിക്കും അറിയാമോ? ഈ പ്രത്യേകമായിരിക്കുന്ന നിൽക്കേണ്ട സ്ഥാനത്ത് നിൽക്കരുതാത്തവനെ നിർത്തുന്നു എങ്കിൽ നാളെ അത് കണ്ണിലൊരു മുള്ളായിട്ട് മാറ്റപ്പെടുമ്പോൾ ആ കണ്ണിലുള്ള മുള്ളിൽ നിന്നുകൊണ്ട് നീ ഒരുപക്ഷെ നീ ആഗ്രഹിക്കും ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ. അവിടെയാണ് യുദ്ധങ്ങൾ കടന്നു വരുന്നത്, പ്രശ്നങ്ങൾ കടന്നു വരുന്നത്, പ്രയാസങ്ങൾ കടന്നു വരുന്നത്. വേറെ നല്ല നാട്ടൻ ഭാഷയിൽ പറഞ്ഞാൽ പരീക്ഷണങ്ങൾ ഒന്നൊന്നായിട്ട് കടന്നു വരുന്നത്. അൺവാണ്ടഡ് ദൈവം പരീക്ഷിക്കുന്ന ദൈവം അല്ലെന്നല്ല എന്നത്. ഗാഡ് ഈസ് എ ടെസ്റ്റിംഗ് ഗാഡ്. എന്നാൽ ദൈവം നമ്മളെ ഒരിക്കലും ടെംപ്റ്റ് ചെയ്യത്തിൽ വശീകരിക്കുകയില്ല. പിശാച് നമ്മെ ടെംപ്റ്റ് ചെയ്യുന്നു. പിശാചിന്റെ വശീകരണം ജീവിതത്തിൽ കടന്നു വരുവാനുള്ള കാരണമെന്ന് പറയുന്നത് നിൽക്കരുതാത്ത സ്ഥാനത്ത് നാം നിൽക്കുന്നതാണ്.
അതുകൊണ്ട് ശ്രദ്ധിച്ചോണം, എന്താ ഇവിടുത്തെ വിഷയമായിരിക്കുന്നത്? ഇസ്രായേൽ മക്കൾക്ക് എന്ത് സംഭവിച്ചു? യോശുവയെ കുറിച്ച് ദൈവം ആഗ്രഹിച്ച് ഇസ്രായേൽ മക്കളെ ശബത്തിലേക്ക് കൊണ്ടുപോയിട്ട് അഥവാ സ്വസ്ഥത കൊടുത്ത് ഇസ്രായേൽ മക്കൾക്ക് വാഗ്ദത്തനാട് സ്വസ്ഥമായി ജീവിക്കുവാനുള്ള കാലമായിട്ട് സ്വർഗ്ഗത്തിലെ ദൈവം ആഗ്രഹിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, ഏദൻ തോട്ടത്തിൽ ദൈവം ആദമിനെ നിർത്തിയപ്പോൾ തോട്ടത്തിൽ സകല വൃക്ഷങ്ങളുടെയും ഫലം എല്ലാം നന്നായിട്ട് ഉണ്ടാക്കിയിട്ട് എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം സുഭിക്ഷമായിട്ട് ഉണ്ടാക്കിയിട്ടാണ് ആദമിനെ കൊണ്ട് ഏദൻ തോട്ടത്തിലാക്കിയതുപോലെ ഇസ്രായേൽ മക്കളെ വാഗ്ദത്ത നാട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഇവരുടെ കൈകൊണ്ടൊരു വൃക്ഷം വെച്ചു എല്ലാവരും ഫലം കായ്ച്ചതോ അവർ കടന്നപ്പോൾ വൃക്ഷം ഫലം കായ്ച്ചുകൊണ്ടേയിരിക്കുക. അവർ അധ്വാനിക്കാത്ത വൃക്ഷത്തിന്റെ ഫലത്തിലേക്കാണ് ദൈവം അവരെ നടത്തിയത്. എന്തേ ദൈവം ആഗ്രഹിച്ചുള്ളൂ? കുഞ്ഞെ, അങ്ങോട്ട് കയറിയോ, നീ ഭക്ഷിച്ചോ. നീ ജീവിക്കാൻ മാത്രമേ ദൈവം ആഗ്രഹിച്ചുള്ളൂ. സകലത്തിന് സമൃദ്ധി ദൈവം തന്നിരിക്കുക, സകലത്തിന് സമൃദ്ധി അവർക്ക് കൊടുത്തു. എന്നാൽ അവരുടെ സമൃദ്ധിയിൽ നിന്നുകൊണ്ട് ദൈവത്തെ അനുസരിക്കുവാൻ സാധ്യമാകാഞ്ഞത് അവരുടെ ജീവിതത്തിൽ വലിയ പ്രശ്നമായി മാറ്റപ്പെട്ടു. ഇന്ന് രാത്രി ദൈവത്തിന്റെ ബദൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ഓർപ്പിക്കട്ടെ, യേശുവിനെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചത് ഇസ്രായേൽ മക്കളെ സ്വസ്ഥതയിലേക്ക് നടത്തുവാനാകുന്നുവെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് സാധ്യമായില്ല. എന്താ കാരണമായി തീർന്നത്? ജാതികൾ കൂടെ വസിക്കുവാൻ തക്കവണ്ണം ഇസ്രായേൽ മക്കൾ അലവ് ചെയ്തതാണോ അതിന്റെ പ്രശ്നമായിരുന്നത്, അതിന്റെ പ്രശ്നമായത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവർക്ക് സ്വസ്ഥത അനുഭവിക്കുവാൻ സാധ്യമായില്ല. കാലങ്ങൾ കഴിഞ്ഞ് അവർ ഓടേണ്ടതായിട്ട് വന്നു. ഇന്ന് നിങ്ങൾക്കറിയാം, ഇന്നും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇന്നും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്താ? അതിന്റെ കാരണം അന്നൊരിക്കൽ അനുഭവിച്ചു കൊടുത്തത് ഇന്നും അതിന്റെ പരിണിത ഫലം അനുഭവിച്ചുകൊണ്ടേയിരിക്കുക. നമുക്കെല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ അടയ്ക്കുക.